എന്റെ പ്രിയമുള്ളവരെ, കിടന്നുറങ്ങുമ്പോ, കടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ, റോഡിലൂടെ നടന്നു പോകുമ്പോ, കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കുമ്പോ, അല്ലാഹുവേ 24 മണിക്കൂർ രാവും പകലും മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റമളാനിൽ ദുആ ചെയ്താ റബ്ബ് വെറും കൈയോടെ മടക്കൂല. റമളാനിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ്, ആര് റമളാൻ മാസത്തിൽ ദുആ ചെയ്താൽ അവന്റെ ദുആ സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, റമളാനിന്റെ 1-ാമത്തെ രാത്രിയുണ്ടല്ലോ, പടച്ചവൻ ആകാശ ലോകത്തുള്ള കോടാനുകോടി മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്ന, മലക്കുകളെ, ഇനി 30 ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇനി 30 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്നെ സ്തുതിക്കണ്ട, എന്നെ വാഴ്ത്തണ്ട, എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട. ഇനി 30 ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുവോ? അല്ലാഹുവേ, റമളാൻ മാസത്തിലെ പട്ടിണി ഇരുന്നിട്ട് എന്റെ അടിമ ദുആ ചെയ്യുമ്പോ ആമീൻ, ഈ ദുആയ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയലാണ് മലക്കുകളെ നിങ്ങളുടെ ജോലിയെന്ന് അല്ലാഹു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നീ പേടിക്കണ്ട. നീ വീടിനകത്ത് തനിച്ചിരുന്ന് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ ആരുമില്ലെന്ന് കരുതല്ലേ. കോടാനുകോടി മലക്കുകളാ ആമീൻ പറയുന്നത്. നിന്റെ ദുആ സ്വീകരിക്കുന്ന സമയമാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എങ്ങനെയെന്നറിയുവോ? പെണ്ണെ, പാതിരാത്രി തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നീ വീടിനകത്ത് കടന്നുറങ്ങുന്ന സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. മലക്കുകൾ എന്താ ദുആ ചെയ്യുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നീ പാതിരാത്രി നിന്റെ വീടിനകത്ത് കിടപ്പറയ്ക്കകത്ത് കിടന്നുറങ്ങുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാ, ഈ പാവപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഒരുപാട് പാപം ചെയ്തവളാ, ഒരുപാട് തെറ്റുകൾ ചെയ്തവളാ, സാഹചര്യം തെറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയവളാ, ശൈത്താൻ ചതിച്ചവളാണ്. അതുകൊണ്ട് പടച്ചവരെ, ഇവളുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. വഖിഹിം അദാബൽ ജഹീം. പടച്ചവരെ, ഭയാനകമായ നരകമുണ്ടല്ലോ, ഭയാനകമായ നരകമുണ്ടല്ലോ. പടച്ചവരെ, മനുഷ്യനെയും കല്ലുകളെയും എത്ത് കത്തിക്കുന്ന നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് ഈ മനുഷ്യനെ നീ കാക്കണേ അല്ലാ. മലക്കുകൾ ദുആ ചെയ്യുകയാണ്. രണ്ടാമത് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, റബ്ബനാ വഅദ്ഖിൽഹുമുൽ ജന്നാതി അദ്നില്ലതി വഅദ്തഹും വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, റമളാൻ മാസത്തിലെ നോമ്പ് പിടിച്ചിട്ട് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണിയിരുന്ന ഇബാദത്തുകൾ കൊണ്ട് പടച്ചവന്റെ പള്ളികൾ അലങ്കരിക്കുന്നവര്, ഖുർആൻ ഓതുന്നവര്, സലാത്ത് പറയുന്നവര്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര്, ആ സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, യാ റബ്ബി, ഈ മനുഷ്യന് വാഗ്ദാനം ചെയ്ത സ്വർഗം നീ കൊടുക്കണേ അല്ലാ. ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ പടച്ചവര്. ഈ മനുഷ്യന് മാത്രമല്ല, വമൻ സലഹ മിൻ ആബായിഹിം, ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച, ഇടയത്താഴത്തിന്റെ സമയത്ത് വിളിച്ചുണർത്തിയിട്ട് ഭക്ഷണം കൊടുത്ത, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയ ഇവന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഇവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅസ്വാജിഹിം വഅസ്വാജിഹിം. ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഭാര്യയുണ്ടല്ലോ, അവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ.
വദുരിയാതിഹിം. ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. മലക്കുകളാ ദുആ ചെയ്യുന്നത്, നീ സ്വർഗ്ഗത്തിൽ കിടക്കാ, നിന്റെ വാപ്പയും ഉമ്മയും സ്വർഗ്ഗത്തിൽ കിടക്കാ, നിന്റെ ഭാര്യയും മക്കളും സ്വർഗ്ഗത്തിൽ കിടക്കാ. പടച്ചവന്റെ ഭാഗത്ത് നിന്ന് രാവും പകലും റമളാൻ മാസത്തിൽ പടച്ചവന്റെ അർശിന്റെ ഭാഗത്തുള്ള മലക്കുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമെന്ന് ഖുർആനാ പറയുന്നത്. 3 അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഖിഹിമു സയ്യാത്തി വമൻ തഖിയ സയ്യാത്ത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മലക്കുകൾ മൂന്നാമതായി ദുആ ചെയ്യുന്നത്, റബ്ബേ ഈ മനുഷ്യനെ തെറ്റിൽ പെടുത്തല്ലേ അല്ലാ. നോമ്പ് മുറിച്ച് കഴിയുമ്പോ തെറ്റിലേക്ക് കടന്നു പോകുന്നവരുണ്ടല്ലോ, കൂട്ടുകാര് വിളിച്ചു കൊണ്ടുപോകുന്നവരുണ്ടല്ലോ, തറാവീഹ് നിസ്കരിക്കാൻ പോകണ്ടടാ, നമുക്ക് ഫുട്ബോൾ കളി കാണാ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രിയിൽ നിന്റെ കൂട്ടുകാര് കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോ പടച്ചവന്റെ ഭാഗത്തിരുന്നിട്ട് അർശിന്റെ ഭാഗത്തിരുന്നിട്ട് മലക്കുകൾ ദുആ ചെയ്യുന്നു, റബ്ബേ തെറ്റിനെ തൊട്ടാ മനുഷ്യനെ നീ കാക്കണേ അല്ലാ. റമളാൻ മാസമാ ദുആ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ മലക്കുകളാ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കളിക്കാനും തമാശ പറയാറ് നിസാരമായി തള്ളാനുള്ള മാസമല്ല റമളാൻ. ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാനുള്ള മാസമാ, ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാനുള്ള മാസമാ. തറാവീഹ് നിസ്കരിക്കേണ്ട മാസമാണ്. റമളാനിൽ നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? സാധാരണ നിസ്കരിക്കുന്നത് പോലെയല്ല, സാധാരണ നിസ്കരിക്കുന്നത് പോലെയല്ല. റമളാൻ മാസത്തിൽ ആരെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്നല്ലാഹ തആല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വമൻ ദാമ അലാ ജമാഅത്തിൻ ഫീ റമളാൻ അഅതാഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി ബികുല്ലി റക്അത്തിൻ മദീനത്തിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും റമളാൻ മാസത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ, ആരെങ്കിലും റമളാൻ മാസത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചോ അല്ലാഹു അവനൊരു പട്ടണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ള വാപ്പമാര് പോലും കസേര വെച്ചിട്ട് പള്ളിക്കകത്തിരുന്ന് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ പള്ളിയിൽ കടന്നു വിട്ടിട്ട് പള്ളിയുടെ വെളിയിൽ കിടന്ന് കറങ്ങുന്ന ചെറുപ്പക്കാര്, എന്റെ പ്രിയമുള്ളവരെ, കടയിലിരിക്കുന്നവർ, റോഡിലിരിക്കുന്നവർ, അല്ലാഹുവേ 2 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, പൊന്നുമോനെ, ഖിയാമത്ത് നാളിൽ നിനക്കൊരു നാടാട് അല്ലാഹു നിനക്കൊരു നാടെഴുതി തരികയാ. മഹാനായ പ്രവാചകൻ പറയുകയാണ്, വിശുദ്ധമായ റമളാൻ ഉണ്ടല്ലോ, ഈ റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരായത്ത് ഓതിയാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ഖുർആൻ ഇറങ്ങിയ മാസവാ, ഖുർആൻ ഇറങ്ങിയ മാസവാ. എത്ര ഖത്തമോദി പെങ്ങള്, ഇന്നത്തെ ഈ നോമ്പുണ്ടല്ലോ 8ാമത്തെ നോമ്പായല്ലോ, എത്ര ഖത്തമോദി പൊന്നുമോള്, എത്ര ജുസുവോദി പൊന്നുമോള്, എത്ര പേജോദി പൊന്നുമോള്. എന്ന് നന്നാവാനാ 6 മയ്യത്തുകളെ നിരത്തി വച്ചിരിക്കുന്നത് കണ്ടവരാണല്ലോ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ. എത്രയോ പിഞ്ചുമക്കള് പോയല്ലോ, ഒരു രോഗം പോലുമില്ലാത്ത എത്രയോ പേരെ കൊണ്ട് കബറടക്കിയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാനൂര് അതാ 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ, +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാ കാത്തിരിക്കുന്നവരാ. പാതിരാത്രി 12 മണിയായിട്ടും ഉറങ്ങുന്നില്ല. ഉമ്മയുടെ കൂടെ തമാശയാട്, കൂട്ടുകാരുടെ കൂടെ കൂടപ്പടപ്പുകളോട് ഉറങ്ങാതെ തമാശ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഉമ്മ വഴക്കു പറഞ്ഞു, എന്തേടാ ഇന്ന് നീ ഉറങ്ങുന്നില്ലേ, എന്തേടാ നീ ഇന്ന് ഉറങ്ങുന്നില്ലേ? അവസാനം ഉമ്മ വഴക്ക് പറയുമ്പോ പടച്ചവരെ, ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ അതാ ചിരിക്കുന്ന മുഖത്തോടെ കിടപ്പറയിലേക്ക് കടന്നു പോവുകയാ. പെട്ടെന്ന് തലയ്ക്കകത്തൊരു വേദന എടുക്കുകയാണ്, പെട്ടെന്ന് തലയ്ക്കകത്തൊരു വേദന എടുക്കുകയാണ്. അതാ പെട്ടെന്ന് ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയുന്നില്ല. പെട്ടെന്ന് ഛർദിക്കുകയാണ്, ബോധം പോവുകയാ. എടുത്ത് തലശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടർമാര് പറഞ്ഞു, സീരിയസ് ആണ്, കോഴിക്കോട് കൊണ്ടുപോകാ. ഒരു തലവേദനയാ വന്നത്, ഒരു തലവേദനയാ വന്നത്. +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് തന്റെ കൂട്ടുകാരുടെ കൂടെ കോളേജിൽ പോകാൻ
പോകാൻ കാത്തിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവേ, 6 അടി മണ്ണിനകത്താ പൊന്നുപോരെ, 6 അടി മണ്ണിനകത്താ പൊന്നുപോരെ.